വളരെ സൂക്ഷ്മതയോടെ വളരെ കൃത്യമായി കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് തൊഴിൽ സംഹിതകൾ മോഡി സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. തൊഴിൽ നിയമങ്ങൾ സാർവത്രികമാക്കാനും ലഘൂകരിക്കാനുമാണ് ലേബർ കോഡുകൾ കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. വാണിജ്യ സൗകര്യമൊരുക്കലാണ്, വാണിജ്യ വ്യവസായ മേഖലയിൽ വലിയ സൗകര്യങ്ങൾ ഒരുക്കലാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് മോഡി നേരത്തെ പ്രഖ്യാപിച്ചത്. ഇതിനായി നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾക്ക് കീഴിൽ തൊഴിൽ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെട്ടു വരുന്ന ധാരാളം സംഘടിത മേഖലയിലെ തൊഴിലാളികൾ, അസംഘടിത മേഖലയിലെ പൂർണ്ണമായും തൊഴിലാളികൾ, ഇവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ലേബർ കോഡുകളിലൂടെ ചെയ്യുന്നത്. നിർവചനത്തിൽ തന്നെ വലിയ വിഭാഗം തൊഴിലാളികളെ ഒഴിവാക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൃത്രിമത്വത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ലേബർ കോഡുകൾ സംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വലിയൊരു വിഭാഗത്തെയും അസംഘടിത മേഖലയെ പൂർണ്ണമായും അവർക്ക് നൽകിക്കൊണ്ടിരുന്ന എല്ലാ സുരക്ഷാ നിയമങ്ങളുടെയും പരിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലേബർ കോഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മോഡി സർക്കാർ കണ്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് എക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ വർക്കർ, ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന വാക്കുകൾ പലയിടത്തും പരസ്പരം മാറി 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 ഉപയോഗിക്കുന്നുണ്ട്. ജീവനക്കാർ എന്ന വാക്ക് വ്യാപകമായി ഉപയോഗിക്കപ്പെടുമ്പോൾ ആ വാക്കിന് വിവിധ നിലകളിലേക്കുള്ള വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും എല്ലാം നൽകാൻ വേണ്ടി കഴിയും. ജീവനക്കാരെ പലപ്പോഴും മാനേജ്മെൻറ്റ് ഭാഗമായി കണക്കാക്കാം. അതുവഴി നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഈ യഥാർത്ഥ തൊഴിലാളിയായിരിക്കും അയാൾ, പക്ഷേ ഇത്തരമൊരു നിർവചനം നൽകപ്പെടുമ്പോൾ തൊഴിലാളിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഇല്ലാതെയാക്കി വിവേചനം കാണിക്കാൻ ഉടമകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള അവസരം ലഭിക്കും. വർഷങ്ങളോളം ഒരേ വ്യവസായത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അപ്രൻറ്റീസുകളായും ട്രെയിനികളായും ഈ നിർവചനത്തിലൂടെ മാറ്റി നിർത്താൻ വേണ്ടി മാനേജ്മെൻറ്റുകൾക്ക് സാധിക്കുമെന്നർത്ഥം. തൊഴിലാളി, ജീവനക്കാരൻ ഇങ്ങനെയുള്ള പരിധികളിൽ നിന്നെല്ലാം കരാർ തൊഴിലാളി, കോൺട്രാക്ട് ലേബർ പൂർണ്ണമായും പുറത്താക്കപ്പെടും. ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം അതാണ്. തൊഴിലാളികളെയും ജീവനക്കാരെയും സൂപ്പർവൈസർമാരും മാനേജർമാരുമെന്ന് മാറ്റി വിശേഷിപ്പിച്ചുകൊണ്ട് വലിയൊരു വിഭാഗത്തെ നിയമത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഈ തൊഴിൽ സംഹിത വഴി മാനേജ്മെൻറ്റുകൾക്ക് കഴിയും. അതായത് ഇനി യഥാർത്ഥ തൊഴിലാളി അവനെ ജീവനക്കാരനായി പരിഗണിച്ചാലും അതിനുശേഷം ഒരു മൂന്നാം ഘട്ടം എന്നുള്ള നിലയിലേക്ക് അവരെ സൂപ്പർവൈസർമാരും മാനേജർമാരും എന്നുള്ള പോസ്റ്റുകൾ കൊടുത്ത് വിശേഷിപ്പിച്ചാൽ അവിടെ നിന്നും വലിയൊരു വിഭാഗം ഒഴിവാക്കപ്പെടും. 18,000 രൂപയിൽ കൂടുതൽ വേതനം ലഭിക്കുന്ന സൂപ്പർവൈസറി കപ്പാസിറ്റി എന്ന് വിളിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ ഈ പറയുന്ന നിർവചനത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടും. ഇതാണ് ഇതിൻ്റെ നാലാമത്തെ പ്രത്യാഘാതം എന്ന് പറയുന്നത്. ഈ നിലയിൽ വളരെ കൃത്യമായി മാനേജ്മെൻറ്റുകൾക്ക്, തൊഴിലുടമകൾക്ക് തൊഴിലാളികൾ എന്നുള്ള നിലയിൽ നൽകാൻ വേണ്ടി പറ്റാവുന്ന എല്ലാ സംവിധാനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തൊഴിൽ കോഡുകൾ സഹായകരമായി മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, 10-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന നിർവചനത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയാണ്. സ്ഥാപനം എന്നുള്ള ഒരു നിർവചനം തന്നെ ഇനി അതിനില്ല. 20 തൊഴിലാളികൾ താഴെയുള്ളവരെ ഫാക്ടറി എന്ന നിർവചനത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ചെയ്യുന്നത്. ഫാക്ടറി ആക്ട് അനുസരിച്ച് 10-ലേറെ തൊഴിലാളികളുള്ള ഫാക്ടറികൾക്കും അവ വൈദ്യുതി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്നതാണെങ്കിലും ഇല്ലെങ്കിലും വൈദ്യുതി കൂടാതെ ഉൽപ്പാദന പ്രവർത്തനം നടത്തുന്ന 20-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ഫാക്ടറീസ് ആക്റ്റും കോൺട്രാക്ട് ലേബർ ആക്റ്റും എല്ലാം ബാധകമായിരുന്നു. എന്നാൽ പുതിയ കോഡ് ഈ പരിധി 50 എന്ന നിലയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇത് വലിയ വിഭാഗം തൊഴിലാളികളെയാണ് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്നെല്ലാം ആട്ടിയകറ്റുന്നത്. നമ്മുടെ രാജ്യത്തെ 94.6% കാർഷികേതര സ്ഥാപനങ്ങളും 10 അതിൽ കുറയാത്തതോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നവയാണ്. അല്ലെങ്കിൽ ഒരു 25 അതിൻ്റെ താഴെയായിരിക്കും ഏകദേശം 94% സ്ഥാപനങ്ങളും ഉള്ളത്. അതായത് 90% തൊഴിലാളികളും നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കുന്നതോടെ നിലവിലുള്ള ഇത്തരം എല്ലാ സുരക്ഷാ സംവിധാനങ്ങൾക്കും
പുറത്തേക്ക് പോവേണ്ടി വരും, അട്ടിയോടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന്ന് പുറത്തു പോവും എന്നുള്ളതാണ് കണക്കുകളെല്ലാം കാണിക്കുന്നത്. ഇതുവഴി ലക്ഷക്കണക്കായ തൊഴിലാളികളെ എല്ലാ സുരക്ഷാ സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കാൻ തൊഴിലുടമകൾക്ക് കഴിയും എന്നുള്ളത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി, കുത്തകകൾക്ക് അനുകൂലമായിട്ടാണ് മോഡി ഈ നിയമങ്ങൾ തയ്യാറാക്കിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിൽ 4 നിയമങ്ങളാണ് റദ്ദ് ചെയ്യപ്പെട്ടത്. ഉൾച്ചേർത്തു എന്നൊക്കെ പറയുന്നു, റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിയമങ്ങൾ. യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന അനുകൂലമായ എല്ലാ വ്യവസ്ഥകളും റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇത് രൂപീകരിച്ചതെന്നർത്ഥം. ട്രേഡ് യൂണിയൻ ആക്റ്റും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റും ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ആക്ട് ഉൾപ്പെടെയുള്ള 4 നിയമങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രൂപീകരിച്ചത്. തൊഴിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ വ്യവസ്ഥകൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലൂടെ മോഡി സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ 50 പേരിൽ കുറവാണുള്ളതെങ്കിൽ അവരെ പിരിച്ചുവിടുമ്പോൾ ആർക്കും ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഈ കോഡ് വ്യവസ്ഥ ചെയ്യുന്നത്. 300-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇനി സ്റ്റാൻഡിംഗ് ഓർഡറുകൾ ബാധകമാവുകയുള്ളൂ. തൊഴിലാളികളുടെ ജോലി സംബന്ധമായ വ്യവസ്ഥകൾ, വേതന ദിനങ്ങൾ, മറ്റു വേതന വ്യവസ്ഥകൾ, അവധി ദിനങ്ങൾ, സ്ഥലം മാറ്റങ്ങൾ, ജോലിയുടെ സ്ഥിരത, തൊഴിലാളികളെ വിവിധ നിലയിൽ തരംതിരിക്കലുകൾ, പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇനി 300-ലധികം സ്ഥിരം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ തയ്യാറാക്കേണ്ടതുള്ളൂ എന്ന നിർദ്ദേശമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് നൽകുന്നത്. അതായത് ഇനി ഭൂരിപക്ഷം തൊഴിലാളികൾക്കും, മഹാഭൂരിപക്ഷം തൊഴിലാളികൾക്കും ഒരവകാശവും വ്യവസായ സ്ഥാപനങ്ങളിലായാലും തൊഴിലിടങ്ങളിലായാലും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു തൊഴിൽ നിയമവും ഇനി പാലിക്കേണ്ടതുമില്ല എന്നുള്ളതാണ് ഈ നിയമം കൊണ്ടുണ്ടാകുന്ന കോർപ്പറേറ്റുകൾക്കും കുത്തകൾക്കും ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത്. തൊഴിൽ സമയം, മിനിമം വേതനം, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ എല്ലാ തത്വങ്ങളും ലേബർ കോഡുകൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അതായത് തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുക എന്ന പേരിൽ നിലവിലുള്ള 29 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി അവ 4 ലേബർ കോഡുകളിൽ ഉൾച്ചേർക്കുക എന്ന പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തൊഴിലാളികൾക്ക് നൽകുന്ന പരിമിതമായ സംരക്ഷണ വ്യവസ്ഥകളെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. 29 തൊഴിൽ നിയമങ്ങളിലും തൊഴിലാളികളുടെ ഓരോ അവകാശങ്ങളും കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു. തൊഴിലുടമകൾക്ക് അത് നടപ്പിലാക്കുന്നതിനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ലേബർ കോഡുകൾ വരുന്നതോടുകൂടി ഇതെല്ലാം ഇല്ലാതെയാവുമെന്നുള്ളതാണ് അനുഭവം എന്ന് പറയുന്നത്. നിയമങ്ങൾ നടപ്പിലാക്കുന്നില്ലെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്താനാവും. ഭരണകൂടത്തിന് അതിനു മുകളിൽ നടപടി സ്വീകരിക്കാനാവും. ഇത് ലംഘിക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ തൊഴിൽ കോഡുകൾ എന്നത് ഈ മേഖലയ്ക്കുള്ള പൊതുവായ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. സംഹിതകൾ എന്നാൽ ആചരിക്കപ്പെടേണ്ടവ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ, അല്ലെങ്കിൽ ഒരു ഉപദേശക സ്വഭാവമുള്ളതാണെന്നുള്ളതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അവ നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും ആർക്കും ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഇത് നടപ്പിലാക്കുന്നതോടുകൂടി ഭരണ സംവിധാനങ്ങൾ ഇനി ഒരു മേഖലയിലും ഇടപെടില്ല എന്നർത്ഥം. കോടതികൾ ഇടപെടാനാവില്ല, ഭരണ സംവിധാനങ്ങൾക്ക് ഇടപെടാനാവില്ല, മറ്റൊരു നിലയിലും ഈ മേഖലയിൽ മറ്റാർക്കും ഇടപെടാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക് സർവതന്ത്ര സ്വതന്ത്രമായ കുത്തക കോർപ്പറേറ്റ് ആധിപത്യം ഈ മേഖലയിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഇത് ഓരോ സാഹചര്യത്തിലും ഓരോ വിഭാഗത്തിനും അവർക്ക് ഗുണമാവുന്ന നിലയിലേക്ക് കോർപ്പറേറ്റുകൾക്ക് വ്യാഖ്യാനിക്കാനും നടപ്പിലാക്കാനും നടപ്പിലാക്കാതിരിക്കാനും എല്ലാം പറ്റുന്ന നിലയിലേക്കുള്ള കീഴ്വഴക്കങ്ങളായിട്ടാണ് ഇവ രൂപപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളെ കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും അമിതമായ നിലയിൽ ചൂഷണം ചെയ്യുന്നതിന് അനുവാദം നൽകുകയാണ് തൊഴിൽ കോഡുകളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. നാളിതുവരെ ഇന്ത്യൻ തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ, അതുമാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാവുന്ന തരത്തിലാണ് തൊഴിൽ ബന്ധങ്ങളിലെ പൊളിച്ചെഴുത്തും അതിന് നിയമപ്രാബല്യം നൽകുന്ന ലേബർ കോഡുകളും എല്ലാം
തയ്യാറാക്കിയിരിക്കുന്നത്. ഇവയെ ചെറുത്തു തോൽപ്പിക്കാൻ മെയ് 20 പണിമുടക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്കാക്കി മാറ്റാൻ വേണ്ടി ഇന്ത്യയിലെ തൊഴിലാളി വർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി പ്രതിജ്ഞാബദ്ധമായ ഐക്യ തൊഴിലാളി പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ് എല്ലാ തൊഴിലാളികളുടെയും അധ്വാനിക്കുന്നവരുടെയും വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥക്കകത്ത് തൊഴിലാളികളുടെ മിച്ചാധ്വാനത്തെ ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ സംവിധാനമാണ്. മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക നിയമങ്ങളാണ് എല്ലാ തൊഴിൽ നിയമങ്ങളെയും ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ നിർണായകമായ മേഖലകൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന് ഉൽപ്പാദനത്തിൻ്റെ മേഖലയിലാണ്. അത് അധ്വാനവും മൂലധനവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധങ്ങളാണ്. രണ്ടാമത്തേത് ഉൽപ്പാദന ഉപാധികളുടെ ഉടമസ്ഥർ മുന്നോട്ട് വെക്കുന്ന തൊഴിൽ വ്യവസ്ഥകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്വാന ശക്തിയുടെ ഉപയോഗവുമാണ് രണ്ടാമത്തെ മേഖല, പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളിലും മുതലാളിത്ത ചൂഷണത്തിൻ്റെ വിവിധ രൂപങ്ങളും രീതികളും നിയമപരമായി പ്രയോഗിക്കുകയാണ് തൊഴിൽ നിയമങ്ങളുടെ രൂപത്തിൽ ലോകത്തുള്ള മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സർക്കാരുകൾ തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബൂർഷ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് മുതലാളിത്ത ഭരണകൂടത്തിന് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അതിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മൂർച്ചയേറിയതും വഴക്കമുള്ളതുമായ ഒരു ഉപകരണമാണ് എന്ന് പറയാം. ഒരു വശത്തത് തൊഴിലാളി മുന്നേറ്റങ്ങളെ ദുർബലപ്പെടുത്താനും ഭിന്നിപ്പിക്കാനും ട്രേഡ് യൂണിയനുകളെ തുരങ്കം വെക്കാനും തൊഴിലാളികളുടെ അധികാരം, തൊഴിലുടമകളുടെ അധികാരം ശക്തിപ്പെടുത്താനും തൊഴിലെടുക്കുന്ന ജനങ്ങൾക്ക് മേലുള്ള ചൂഷണം തീവ്രമാക്കാനും അവരുടെ തൊഴിലെടുക്കുന്ന ജനങ്ങളുടെ സാമൂഹികമായ നേട്ടങ്ങളെ തകർക്കാനും എല്ലാം ഉപയോഗിക്കും. മറുവശത്ത് അത് തൊഴിലാളികളെ വഞ്ചിക്കാനും അവരുടെ വർഗബോധത്തെ മന്ദീഭവിപ്പിക്കാനും മുതലാളിത്ത ചൂഷണത്തെ മറച്ചുപിടിക്കാനും വിവിധങ്ങളായ നിലയിലേക്കുള്ള പ്രയോഗങ്ങൾ അത് നടത്തും. സാമൂഹ്യ പങ്കാളിത്തം അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, അങ്ങനെ തുടങ്ങിയുള്ള പല ആശയങ്ങളും മുന്നോട്ട് വെക്കും. ഇപ്പോൾ തൊഴിലുടമകൾ ആരാണെന്ന് അറിയാത്ത ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗിഗ് വർക്കേഴ്സ്. അവരെ പാർട്ട്ണർമാരായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നിലയിലേക്കുള്ള വാദങ്ങൾ അവർ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി തയ്യാറാക്കിയെടുക്കും. അതിനു പുറമെയാണ് പരിഷ്കരണവാദപരമായ കുറേ അവസരവാദവും എല്ലാം കൊണ്ടുവരുന്നു. ഇത് വലിയ സാധ്യതകളാണ്, ഷെയർ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ നിലയിലേക്ക് മറുഭാഗത്ത് തൊഴിലാളികളെ വഞ്ചിക്കുന്നതിനുള്ള സംവിധാനവും ഈ നിയമങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം കോർപ്പറേറ്റുകളും ഭരണകൂടവും ചേർന്ന് പ്രയോഗിക്കും എന്നർത്ഥം. പഴയ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു രക്ഷാകവചം തന്നെയായിരുന്നു. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ. പഴയ തൊഴിൽ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു. അതായത് 100 തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന വ്യവസായങ്ങൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അടച്ചുപൂട്ടാൻ പറ്റൂ എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ. ഇപ്പോഴത് 300 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വ്യവസായങ്ങളിൽ മഹാഭൂരിപക്ഷവും 300 തൊഴിലാളികളിൽ കുറവുള്ളവയാണ്. ഇനി എത്ര പേരുണ്ടെങ്കിലും സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം രജിസ്റ്ററിൽ കുറച്ച് ചേർത്ത് ബാക്കിയുള്ളവയെല്ലാം കരാർ തൊഴിലാളികളും കാഷ്വൽ തൊഴിലാളികളും ഫിക്സഡ് ടൈം എംപ്ലോയീസും എല്ലാം ആക്കി വിവിധ നിലകളിലേക്ക് ആക്കി മാറ്റിയാൽ ഈ വ്യവസ്ഥക്കകത്ത് ഏത് സ്ഥാപനത്തെയും കൊണ്ടുവരാം. മാനേജ്മെൻറ്റുകൾക്ക് ഏത് സ്ഥാപനവും ഏത് സമയത്തും അടച്ചുപൂട്ടാൻ അവകാശം നൽകുകയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ചെയ്യുന്നത്. തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടത് ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റുകളുടെ അനിവാര്യതയായി മാറുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, അതിൻ്റെ ഒരു വികാസം, ഏറ്റവും അവസാനം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭീകരമായ നിലയിലേക്കുള്ള വികാസം, ഇതെല്ലാം കൂടി 4ാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്ന ഓട്ടോമേഷൻ നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലാളികളെ കോർപ്പറേറ്റുകൾക്ക് ഒഴിവാക്കേണ്ടി വരും. പല സ്ഥലങ്ങളിലും തൊഴിലാളിയുടെ ആവശ്യമില്ലാതെ തന്നെ റോബോട്ടുകളെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെയും ഉപയോഗിച്ച് അവർക്ക് സമ്പത്ത് ഉൽപ്പാദനം നടത്താൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊഴിലാളിയെ പിരിച്ചുവിടണം. തൊഴിലാളിയെ പിരിച്ചുവിടാൻ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ധാരാളം തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി 300-ൽ താഴെ തൊഴിലാളികളാണ് ഉള്ളതെങ്കിൽ
അവിടെ ഒരാളോട് അനുവാദം ചോദിക്കേണ്ട, ഒരു നിലയിലേക്കുള്ള നിയമവും അതിന് ബാധകമല്ല, തൊഴിലാളിയെ പിരിച്ചുവിടാം. ഇതിന് പറ്റാവുന്ന നിലയിലേക്ക് തൊഴിൽ കോഡുകളിൽ മുതലാളിമാർക്ക്, കുത്തകകൾക്ക് എല്ലാ അവകാശങ്ങളും നൽകുകയാണ്. 50-ൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ലേ ഓഫ് ചെയ്താലും റീട്രെഞ്ച്മെൻറ്റ് ചെയ്താലും, അതായത് ജോലി ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നിലനിൽക്കെ തന്നെ സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വന്നാലും ഇനി ഒരാനുകൂല്യവും തൊഴിലാളിക്ക് നൽകേണ്ടതില്ല. ഈ നിയമം അനുസരിച്ച് ഒരു പ്രശ്നവും ഉടമകൾക്കുണ്ടാവില്ല, അവർക്ക് എന്തും ചെയ്യാം എന്നാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിലും ലളിതമായ പുതിയൊരു വ്യവസ്ഥയാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്. ഇനി നമ്മുടെ രാജ്യത്ത് സ്ഥിരം തൊഴിലില്ല. ഇനി നമ്മുടെ രാജ്യത്ത് സ്ഥിരം തൊഴിലെന്ന് പറയുന്ന സംവിധാനം ഇല്ല എന്നർത്ഥം. നിർവചിക്കപ്പെട്ട ജോലി സമയം, നിയമപരമായ നിലവാരത്തിൽ കുറയാത്ത നിർവചിക്കപ്പെട്ട വേതനം, നിർവചിക്കപ്പെട്ട സാമൂഹ്യ സുരക്ഷ എന്നീ അടിസ്ഥാന വ്യവസ്ഥകളോട് കൂടിയുള്ള തൊഴിലാളികളെയാണ് സ്ഥിരം തൊഴിലാളികൾ എന്ന് പറയുന്നത്. സ്ഥിരം തൊഴിലാളികൾ എന്ന ഈ ആശയം തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതെയാവുകയാണെന്നർത്ഥം. എല്ലാത്തരം വ്യവസായങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഫിക്സഡ് ടൈം അല്ലെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് തൊഴിലാളികളെ നിയമിക്കാൻ നിയമപരമായി അനുവാദം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എങ്ങനെയാണിത് നടപ്പിലാക്കുക എന്ന് സർക്കാർ തന്നെ കാണിച്ചു കൊടുത്തു. സൈന്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അഗ്നിവീർ പദ്ധതി ഇതിൻ്റെ ഉദാഹരണമാണ്. അതായത് നവലിബറൽ കാലത്തെ കൂലി അടിമത്ത വ്യവസ്ഥ ഇന്ത്യ രാജ്യത്ത് നിയമവിധേയമാക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. തൊഴിലാളികളെ തോന്നിയ പോലെ നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും ഇനിമേൽ നിയമപരമായ അധികാരം തൊഴിലുടമകൾക്ക് ഉണ്ടായിരിക്കും എന്നർത്ഥം. സ്ഥിരം തൊഴിലാളികൾക്ക് പകരം കരാർ തൊഴിലാളികളെ വ്യാപകമായി നിയമിക്കുന്നതിന് തൊഴിലുടമകൾക്ക് തൊഴിൽ കോഡുകൾ എല്ലാ നിലയിലുമുള്ള അധികാരം നൽകുകയാണ് നമ്മുടെ രാജ്യത്ത്. വ്യവസായ മേഖലയിൽ മൊത്തം ഫാക്ടറി തൊഴിലാളികളുടെ 38% കരാർ തൊഴിലാളികളാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ ചില കണക്കുകൾ അനുസരിച്ച് 1998 ഇത് 16%. അതാണ് ഇരട്ടിയിലധികമായി പെട്ടെന്ന് വളർന്നതും. അതിൻ്റെ അർത്ഥം സ്ഥിരം തൊഴിലാളികളെ നിയമിക്കുന്നത് വലിയ നിലയിൽ കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതെയായിരിക്കുന്നു എന്നർത്ഥം. ഇത് സർക്കാർ തന്നെ വലിയ നിലയിൽ പ്രയോഗിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വലിയ നിലയിലേക്ക് സ്ഥിരം തൊഴിലാളികളെക്കാൾ എണ്ണത്തിൽ കരാർ തൊഴിലാളികൾ വലിയ നിലയിലേക്കുള്ള വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റൽ വകുപ്പ് പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളിൽ യഥാർത്ഥ ജോലി സാധ്യതയുടെ അല്ലെങ്കിൽ യഥാർത്ഥ പോസ്റ്റുകളുടെ 80% കാഷ്വൽ കരാർ തൊഴിലാളികളാണ്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്കതാണ് 80%. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ അവരുടെ തൊഴിൽ ശക്തിയുടെ 71.6% കരാർ തൊഴിലാളികളാണ്. ഭാരത് പെട്രോളിയത്തിൽ 72% ജീവനക്കാരും കരാർ തൊഴിലാളികളാണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അവരുടെ എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർമാരുടെ എണ്ണം 11,000 11,141. സ്ഥിരം തൊഴിലാളികൾ 5,675. ഇവിടുത്തെ കരാർ തൊഴിലാളികളുടെ എണ്ണം 50,000-ലധികമാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ ദാതാവ് ഇന്ത്യൻ റെയിൽവേയാണ്. ഇവിടെ സ്ഥിര സ്വഭാവമുള്ള തൊഴിൽ പോസ്റ്റുകളിലെല്ലാം കരാർ, ഔട്ട്സോഴ്സിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള വ്യാപകമായ കരാർവൽക്കരണം നടന്നു കഴിഞ്ഞു. അതായത് രാജ്യത്ത് ഇനി വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിൽ, സർക്കാർ സർവീസുകളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാം കരാർ തൊഴിലാളികളെ മാത്രം നിയമിച്ച് അവരെ അമിതമായി ചൂഷണം ചെയ്ത് കൂലി അടിമകളാക്കി വെക്കാവുന്ന നിലയിലേക്ക് തൊഴിൽ നിയമങ്ങൾ, തൊഴിൽ കോഡുകളാക്കി ഇന്ത്യ ഗവൺമെൻറ് മാറ്റിക്കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. കരാർ തൊഴിലാളികൾക്കും ഇന്ത്യ രാജ്യത്ത് ചില നിയമപരിരക്ഷകളെല്ലാം ഉണ്ടായിരുന്നു. 1970-ലാണ് കരാർ തൊഴിൽ നിയന്ത്രണവും നിർത്തലാക്കലും നിയമം ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നതും നടപ്പിലാക്കുന്നതും. 20-ൽ കൂടുതൽ കരാർ തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഈ നിയമം വളരെ കൃത്യമായി നിർവചിച്ചിരുന്നു. ഓരോ സ്ഥാപനത്തിലെയും തൊഴിലാളികളുടെ എണ്ണവും അവർ ജോലി ചെയ്യുന്ന സ്വഭാവവും തൊഴിലുടമകൾ കൃത്യമായി അധികൃതരെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു. കരാർ തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന കരാറുകാർ, സ്റ്റാഫിംഗ് കമ്പനികൾ അങ്ങനെ തുടങ്ങിയവയെല്ലാം നിയമപരമായി രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അവർ സർക്കാരിൽ നിന്ന് ലൈസൻസ് നേടേണ്ടിയിരുന്നു.
അവരുടെ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തൊഴിലാളികളുടെ വിവിധങ്ങളായ അവകാശങ്ങൾ, തൊഴിലാളികളുടെ ക്ഷേമ സൗകര്യങ്ങൾ, മിനിമം വേതനം, ആരോഗ്യം, സുരക്ഷ, പെൻഷൻ, ഇതെല്ലാം നിർബന്ധമായും നടപ്പിലാക്കേണ്ട ഈ കാര്യങ്ങളിൽ അവർക്കായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. ലേബർ കോഡുകൾ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരിധി 20 നിന്ന് 50 വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതോടെ വലിയ വിഭാഗം തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇല്ലാതെയാവുകയാണ്. ഇന്ത്യ രാജ്യത്തെ 70% സ്ഥാപനങ്ങളിലും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ഇല്ലാതെയാവുകയാണെന്നർത്ഥം. ഇതിനു പുറമെയാണ് തൊഴിലില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് ഏറ്റവും ക്രൂരമായ കൂലി അടിമത്തം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മോഡി സർക്കാർ പുതിയ വഴികൾ തിരഞ്ഞെടുക്കുന്നത്. അതിലൊന്നാണ് നൈപുണി വർധന എന്ന പേരിൽ വ്യാപകമായി ട്രെയിനികളെയും അപ്രൻറ്റീസുകളെയും നിയമിക്കുന്നതിനുള്ള മാനേജ്മെൻറ്റുകളുടെ പരിധിയില്ലാത്ത അധികാരം. വിവിധ നിലകളിൽ വിവിധ പദ്ധതികൾ ഇതിനുവേണ്ടി സർക്കാർ ചെലവഴിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു 2-3 പദ്ധതികൾ, ഒന്ന് ജോബ് ഓൺ ജോബ്, അതേപോലെ തന്നെ മറ്റ് അപ്രൻറ്റീസുകൾ, ട്രെയിനിങ് എംപ്ലോയീസ്, ജൂനിയർ എക്സിക്യൂട്ടീവ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള ധാരാളം സ്കീമുകൾ ഇവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാക്കി കൊടുക്കുകയാണ്. ഒരു ട്രേഡ് യൂണിയനും അവകാശങ്ങളും ഇല്ലാത്ത ഈ പറയുന്ന സംവിധാനങ്ങളെ ട്രെയിനീസ് അല്ലെങ്കിൽ ഇൻറ്റേണുകൾ എന്നെല്ലാം പറഞ്ഞ് 3 വർഷക്കാലത്തേക്കോ അല്ലെങ്കിൽ അതിലധികം കാലത്തേക്കോ ഒക്കെ പണിയെടുപ്പിക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായി കഴിയുന്ന സംവിധാനമാണ്, ഭേദഗതികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്ഥിരം തൊഴിൽ വേണ്ട, ഇനി കരാർ അടിസ്ഥാനത്തിലുള്ളത് വേണ്ട, ഫിക്സഡ് ടൈം വേണ്ട, ഇതൊന്നുമില്ലാതെ തന്നെ ട്രെയിനികളായും ഇൻറ്റേൺസായും ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിച്ച് അവരുടെ ആരോഗ്യത്തെ എല്ലാം ഊറ്റിയെടുത്ത് കോർപ്പറേറ്റുകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാം. സ്ഥിരം തൊഴിലാളികളെ 10% താഴെയാക്കി ആയിരക്കണക്കിന് ട്രെയിനികളെയാണ് മുഴുവൻ ഉൽപ്പാദന പ്രക്രിയയിലും രാജ്യത്തെ മഹാഭൂരിപക്ഷം ഫാക്ടറികളിലും ഇപ്പോൾ അടുത്ത കാലത്തായി വിന്യസിച്ചിരിക്കുന്നത്. കടുത്ത ചൂഷണത്തിന് ഇന്ത്യ രാജ്യത്തെ യുവ തൊഴിലാളികളെയും യുവതലമുറയെയും കോർപ്പറേറ്റുകൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ഈ വ്യവസ്ഥകളിലൂടെ മോഡി ചെയ്യുന്നത്. ഈ ചൂഷണത്തിൻ്റെ ഭീകരമായ കണക്കുകളാണ് കഴിഞ്ഞ സാമ്പത്തിക സർവേ പുറത്തുകൊണ്ടുവന്നത്, സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ പുറത്തുകൊണ്ടുവന്നത്. ഇന്ത്യ രാജ്യത്തെ ഒരു പുരുഷ താൽക്കാലിക തൊഴിലാളിക്ക് ലഭിക്കുന്ന ശരാശരി ദിവസ വരുമാനം 23 രൂപ മുതൽ 203 രൂപ മുതൽ 242 രൂപ വരെയാണ്. സ്ത്രീ തൊഴിലാളികളുടെ സ്ഥിതി ഇതിലും ദയനീയമാണ്. 128 രൂപക്കും 159 രൂപക്കും ഇടയിലാണ് അവരുടെ കൂലി എന്ന് പറയുന്നത്. പ്രതിസന്ധിയിലകപ്പെട്ട നവലിബറൽ മുതലാളിത്തം അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടി ഈ പ്രതിസന്ധിയുടെ ഭാരം അല്ലെങ്കിൽ ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ സംവിധാനങ്ങൾ തൊഴിലാളികളുടെ മേൽ കൂടുതൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ തൊഴിലിനെയും തൊഴിൽ ബന്ധങ്ങളെയും പുനഃസംഘടിപ്പിക്കുക എന്ന സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിൻ്റെ അജണ്ടയാണ് മോഡി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നർത്ഥം. സാധാരണ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമായി കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, തൊഴിലിൻ്റെ തന്നെ നേരത്തെ പറഞ്ഞ നിലയിലേക്ക് സ്ഥിരം തൊഴിലില്ലാതെയാവുന്നു, തൊഴിലിൻ്റെ വിവിധ തരത്തിലുള്ള തരംതിരിക്കലുകൾ, ഇതെല്ലാം അധ്വാനിക്കുന്ന ജനതയുടെ ജീവിതം ദുരിതപൂർണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് സാമ്പത്തിക അസമത്വം ഏറ്റവും രൂക്ഷമാവുകയാണ്. രാജ്യസമ്പത്തിൻ്റെ 70% ജനസംഖ്യയുടെ മുകൾ തട്ടിലുള്ള 5% പേരുടെ കൈകളിലാണ്. ജനസംഖ്യയുടെ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന 50% മനുഷ്യരുടെ കയ്യിൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 3% മാത്രമാണുള്ളത്. ദരിദ്രർ അതിദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ദരിദ്രർ എന്ന് പറയുന്നവർ ആഫ്രിക്കൻ രാജ്യമായ മഡാസ്കറിനേക്കാൾ ദരിദ്രരാണ് എന്ന് ലോക ആരോഗ്യ സംഘടന കണക്കാക്കിയിരിക്കുന്നു. അവിടുത്തെ ദരിദ്രരെക്കാളും ദരിദ്രരാണ് മോഡിയുടെ ഇന്ത്യയിലെ ദരിദ്രർ എന്ന് ലോക ആരോഗ്യ സംഘടന അതിൻ്റെ കണക്കുകൾ വെച്ച് പറയുന്നു. അതുകൊണ്ടാണ് ഹങ്കർ ഇൻഡെക്സിനകത്ത് ഇന്ത്യ ഏറ്റവും പിന്നോട്ട് പോയി. 5 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ
ആരോഗ്യം, പോഷകാഹാരശേഷി, വളർച്ച ഇതെല്ലാം മാനദണ്ഡമാക്കി ഈ ലോക ആരോഗ്യ സംഘടന തയ്യാറാക്കുന്ന ഹങ്കർ ഇൻഡെക്സിൽ, പട്ടിണി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് പിന്നിൽ ഇനി അഫ്ഗാനിസ്ഥാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അത്രയും പിന്നിലാണെന്നർത്ഥം. മോഡിയുടെ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ദാരിദ്ര്യം 17% വർദ്ധിച്ചു എന്നാണ് ഈ ഏജൻസികളുടെ കണക്കുകളെല്ലാം കാണിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ മറുപുറമുണ്ട് കണക്കുകൾ. അത് കോർപ്പറേറ്റുകളുടെ ലാഭം 22.3% കുത്തനെ വർദ്ധിച്ചു എന്നുള്ളതാണ്. കോർപ്പറേറ്റുകളുടെ ലാഭം കുത്തനെ വർദ്ധിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നർ യൂറോപ്പിലെ ശതകോടീശ്വരന്മാരെക്കാളും സമ്പന്നരാണെന്നാണ് കണക്കുകൾ എല്ലാം കാണിക്കുന്നത്. കേരളം ഒഴികെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തും മിനിമം കൂലിയുടെ പകുതി പോലും തൊഴിലാളികൾക്ക് ലഭിക്കാതെയാണ് അവരെ കൊണ്ട് 12 മണിക്കൂറും 14 മണിക്കൂറും എല്ലാം ജോലി ചെയ്യിക്കുന്നത്. അധിക സമയം ജോലി ചെയ്യുന്നതിന് ഓവർ ടൈം കൂലിയും അവർക്ക് നൽകുന്നില്ല. സംഘടിക്കാനോ പ്രതിഷേധിക്കാനോ ശ്രമിച്ചാൽ കരാർ തൊഴിലാളികളെ കൂട്ടമായി പിരിച്ചുവിടുകയാണ്. ഈ ദരിദ്രരായ 50% വരുന്ന മനുഷ്യരുടെ താല്പര്യങ്ങളെ മുഴുവൻ ബലി കഴിച്ചുകൊണ്ടാണ് സാർവദേശീയ ദേശീയ കുത്തകകളുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വഴങ്ങി അവർക്ക് അനുകൂലമായ നയങ്ങളും നിയമങ്ങളുമെല്ലാം മോഡി സർക്കാർ തയ്യാറാക്കി രാജ്യത്തിനു മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം 26,000 രൂപയായി നിശ്ചയിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി ഐക്യത്തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുകയാണ്. നിശ്ചിതകാല തൊഴിൽ, ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന വ്യവസ്ഥ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് ഐക്യത്തൊഴിലാളി പ്രസ്ഥാനം പണിമുടക്കിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുകയാണ്. വ്യവസായങ്ങളിലെ കരാർവൽക്കരണം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. തൊഴിൽ കാർഡുകൾ റദ്ദ് ചെയ്തുകൊണ്ട് പഴയ നിയമങ്ങളിൽ തന്നെ തൊഴിലാളി സുരക്ഷാ കാര്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനമെന്ന തത്വം കർശനമായി പരിപാലിക്കുന്ന നില രാജ്യത്തുണ്ടാവണമെന്ന് പണിമുടക്കിൻ്റെ ഭാഗമായി ഐക്യത്തൊഴിലാളി പ്രസ്ഥാനം ആവശ്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൊഴിലുടമകൾക്ക് തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സർക്കാർ നൽകുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ കോഡുകളിൽ രാജ്യത്ത് ഇപ്പോൾ പരിമിതമായി നിലനിൽക്കുന്നതും അല്ലെങ്കിൽ തൊഴിൽ കോഡുകളിൽ തന്നെ ചില ഇടങ്ങളിലെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നതിന് തൊഴിൽ കോഡുകൾ പല ഭാഗത്തും ഉടമകൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനു മുമ്പേ തന്നെ തൊഴിൽ കോഡുകൾ വരുന്നതിന് മുമ്പേ തന്നെ ജനവിശ്വാസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നേരത്തെ തന്നെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരുന്നു. കോർപ്പറേറ്റുകളുടെയും വൻകിട ബിസിനസ്സുകാരുടെയും എല്ലാ വിധത്തിലുമുള്ള വീഴ്ചകളും കുറ്റങ്ങളും എല്ലാം മറച്ചുവെച്ച് അവരെ കുറ്റവിമുക്തരാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം എന്ന് പറയുന്നു. ബോയിലേഴ്സ് ആക്റ്റും ടീ ആക്റ്റും ഉൾപ്പെടെ 41 നിയമനിർമ്മാണങ്ങൾ കുറ്റകരങ്ങളായി നേരത്തെ നിർവചിച്ചിരുന്ന എല്ലാ വകുപ്പുകളും ജനവിശ്വാസ ആക്ട് ഒഴിവാക്കി കൊടുത്തു. അതായത് 41 നിയമനിർമ്മാണങ്ങളിലൂടെ അല്ലെങ്കിൽ നിയമങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തിനകത്ത് തൊഴിലിടങ്ങളിൽ ഫാക്ടറികൾക്കകത്ത് കുറ്റകരങ്ങളായി നിർവചിച്ചിരുന്ന കാര്യങ്ങൾ അതെല്ലാം ജനവിശ്വാസ് ആക്ട് പ്രകാരം ഇത് കുറ്റമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. തൊഴിൽ നിയമ ലംഘന കുറ്റങ്ങളാണ് ഇതിൽ ഒഴിവാക്കി കൊടുത്തതിൽ മഹാഭൂരിപക്ഷവും. തൊഴിലുടമകളെ 180 കുറ്റങ്ങളിൽ നിന്നാണ് മോഡി സർക്കാർ ഈ നിയമത്തിലൂടെ ഒഴിവാക്കി കൊടുത്തത്. അതായത് തൊഴിൽ നിയമങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ലെങ്കിലും ഒരു തൊഴിലുടമയും ഭയപ്പെടേണ്ടതില്ല എന്നർത്ഥം. ഇന്ത്യയിലെ തൊഴിലാളികളുടെ അതിപരമദയനീയമായ അവസ്ഥയാണ് ജനവിശ്വാസ് ആക്ട് രാജ്യത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ ചെറിയ പിഴയടച്ച് രക്ഷപ്പെടാൻ മുതലാളിമാർക്ക് ഈ നിയമം അവസരം കൊടുക്കുകയാണ്. നിയമങ്ങൾ ലംഘിച്ച് മുതലാളിമാർ ഉണ്ടാക്കുന്ന വലിയ ലാഭത്തിൻ്റെ ഒരു ചെറിയ അംശം പിഴയായി അടച്ച് അവർക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നു എന്നർത്ഥം. സാധാരണ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും ജീവിതത്തെ തന്നെ പണയം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിയമം പാസ്സാക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിലൂടെ
100 കൃത്യങ്ങൾ, ഇതേപോലെ നേരത്തെ 180 പറഞ്ഞത്, അതിന് പുറമെ ഒരു 100 കുറ്റകൃത്യങ്ങൾ കൂടി ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അല്ലാതെയാക്കാനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. തൊഴിൽ നിയമപ്രകാരം ഉണ്ടായിരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ബാധ്യതകളിൽ നിന്നും കോർപ്പറേറ്റുകളെയും കുത്തകകളെയും തൊഴിലുടമകളെയും എല്ലാം ഈസി ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. തൊഴിൽ സ്ഥാപനങ്ങളിലെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനും തടയാനുമെല്ലാമായി ഉണ്ടായിരുന്നതാണ് ധാരാളം പരിശോധനകൾ, ഇൻസ്പെക്ടർമാരുടെ പരിശോധനകൾ, മറ്റു നിലയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധനകളൊക്കെ. ഇതെല്ലാം ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രാം സമാധാൻ, ശ്രാം സുവിധ തുടങ്ങിയ പോർട്ടലുകൾ വഴി വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനകളെല്ലാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുക. തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ലേബർ ഇൻസ്പെക്ടർമാർ പഴയ തൊഴിൽ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമായി വ്യവസ്ഥയിരുന്നത്. അവരുടെ ഡ്യൂട്ടി അതായിരുന്നു. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് ലേബർ ഇൻസ്പെക്ടർമാർ ഫാക്ടറികളിൽ തൊഴിലിടങ്ങളിൽ ചെന്ന് പരിശോധന നടത്തുകയും തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങളിൽ മാനേജ്മെൻറ്റിന് എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നത്. ഇത്തരം പരിശോധനകൾ നടക്കുമ്പോൾ എന്തെല്ലാം തൊഴിൽ നിയമ ലംഘനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം, എന്തെല്ലാം നിയമങ്ങളാണ് അവിടെ പാലിക്കുന്നത് എന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഇതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ തൊഴിലാളികൾക്ക് ആശ്വാസമായി ലഭിച്ചിരുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലെ ലേബർ ഇൻസ്പെക്ടർമാരുടെ പരിശോധനയാണ്. മാനേജ്മെൻറ്റുകൾ ക്രൂരമായ നിലയിലേക്ക് തൊഴിലാളികൾക്ക് മുകളിൽ പീഡനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവർക്കൊരാശ്വാസമായിരുന്നത് ഈ തൊഴിൽ ലേബർ ഇൻസ്പെക്ടർമാരുടെ പരിശോധനയും നടപടികളുമെല്ലാമാണ്. തൊഴിൽ നിയമങ്ങൾ ഓരോ തൊഴിൽ കേന്ദ്രത്തിലും ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ, അങ്ങനെ ഇത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നേരത്തെയുള്ള തൊഴിൽ നിയമങ്ങൾക്കകത്ത് ലേബർ ഇൻസ്പെക്ടർമാർക്ക് അധികാരം നൽകിയിരുന്നു. എന്നാൽ പുതിയ നിയമങ്ങളിലൂടെ, തൊഴിൽ കോഡുകളിലൂടെ ഇതെല്ലാം റദ്ദ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി ലേബർ ഇൻസ്പെക്ടർമാരുടെ പേര് ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നായിരിക്കും. ഫെസിലിറ്റേറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. ഇൻസ്പെക്ടർമാർക്ക്, അതായത് ഇൻസ്പെക്ടർമാർക്ക് ഇനി ഫാക്ടറികളിൽ നേരിട്ട് പോയി പരിശോധന നടത്താൻ തന്നെ അവർക്ക് പാടില്ല എന്ന് നിയമവ്യവസ്ഥ ചെയ്യുന്നു. ഇൻസ്പെക്ടർമാർക്ക് എന്തെങ്കിലും പരാതി ലഭിച്ചാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോയി പരിശോധന നടത്താൻ ഇനി അവകാശമില്ല. തൊഴിലാളികൾക്ക് പരാതികൾ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോർട്ടലുകൾ വഴിയാണ്. ആ പോർട്ടലുകൾ വഴി തന്നെ പലപ്പോഴും പരാതികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് മാനേജ്മെൻറ്റുകളാണ്. അവരത് കൃത്യമായി ചെയ്യില്ലെന്നില്ല എന്ന കാര്യം ഉറപ്പ്. ഇനി ഏതെങ്കിലും നിലയിൽ ഇതിൽ തൊഴിലാളി അപ്ലോഡ് ചെയ്ത് പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1000 പരാതി ഉണ്ടെങ്കിൽ അതിന്ന് കുറച്ചെണ്ണം തിരഞ്ഞെടുത്ത് വേണമെങ്കിൽ പോവാം എന്നുള്ളത് മാത്രമാണ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത്, തൊഴിലിടങ്ങളിൽ നേരിട്ട് പോയി ഇൻസ്പെക്ടർമാർക്ക് ഇനി പരിശോധന നടത്താൻ വേണ്ടി പാടില്ല എന്ന് വ്യവസ്ഥയിരിക്കും. ഏതെങ്കിലും നിലയിൽ, ഏതെങ്കിലും നിർബന്ധിതമായ ഒരു ഘട്ടത്തിൽ പരിശോധന നടത്തണമെങ്കിൽ തന്നെ അവർ മുൻകൂട്ടി തൊഴിലുടമയുടെ അനുവാദം വാങ്ങണം, അവരെ മുൻകൂട്ടി അറിയിക്കണം. ഒരു ഫാക്ടറിക്കകത്ത് ഒരു നിയമവും പാലിക്കുന്നില്ലെങ്കിൽ തന്നെ തൊഴിലുടമകൾക്ക് അവ പാലിക്കാൻ ആവശ്യമായ ന്യായമായ അവസരവും സമയവും എല്ലാം നൽകലാണ് ഇൻസ്പെക്ടർമാരുടെ ജോലിയെന്ന് തൊഴിൽ കോഡുകൾ വ്യവസ്ഥ ചെയ്യുന്നു. തൊഴിലുടമകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നും അവർക്ക് പരിപൂർണമായ സംരക്ഷണം നൽകലാണ് ഈ ഇൻസ്പെക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നർത്ഥം. നിയമലംഘനം കണ്ടെത്തിയാൽ തന്നെ അവ തിരുത്തുവാനും അതിനുള്ള അവസരവും സമയവും എല്ലാം ഉണ്ടാക്കി കൊടുക്കലും നല്ല തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉപദേശം കൊടുക്കലും ഒക്കെയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ നിലയിൽ നഗ്നമായ തൊഴിലാളി വിരുദ്ധവും കുത്തകൾക്ക് അനുകൂലവുമായ തൊഴിൽ കോഡുകൾ മോഡി സൃഷ്ടിച്ചിരിക്കുന്നു എന്നർത്ഥം. മറ്റൊരു കാര്യം, 500-ൽ താഴെ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറികളിലോ ബിൽഡിങ്ങുകളിലോ മറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലോ ഒക്കെ ഒരു സുരക്ഷാ ഓഫീസർ ഉണ്ടാവണമെന്ന് നേരത്തെ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വ്യവസ്ഥ പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. സുരക്ഷാ ഓഫീസറുടെ ആവശ്യമേ ഇല്ല. 500-ൽ താഴെ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ ഇനി സുരക്ഷാ ഓഫീസർ എന്ന് പറയുന്ന ഒരു ആവശ്യമേ ഇല്ല എന്ന് തൊഴിൽ കോഡുകളിൽ പറയുന്നു. 250-ൽ താഴെയാണെങ്കിൽ നേരത്തെ ഒരു വെൽഫെയർ ഓഫീസർ വേണമായിരുന്നു.
വെൽഫെയർ ഓഫീസറുടെ ആവശ്യവുമില്ല എന്ന്, അയാളെ നിയമിക്കേണ്ടതില്ല എന്ന് പറയുന്നു. തൊഴിലാളികളുടെ എണ്ണം 100-ൽ താഴെയാണെങ്കിൽ ക്യാൻറ്റീൻ സൗകര്യം പോലും കൊടുക്കേണ്ടതില്ല എന്ന് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. 50 തൊഴിലാളികളിൽ കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ ക്രഷേ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാൽ മതി എന്ന് എഴുതി വച്ചിരിക്കുന്നു. തൊഴിലിടങ്ങളിൽ, അപകട സാധ്യതയുള്ള തൊഴിലിടങ്ങളിൽ ആംബുലൻസ് സേവനം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു 500 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ, അതിലധികം തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആംബുലൻസ് സൗകര്യം അവിടെ, സേവനം അവിടെ റെഡിയാക്കി വെക്കേണ്ടതുള്ളൂ. തൊഴിലാളികളോടുള്ള, അവരുടെ ജീവിതത്തോടുള്ള ഭരിക്കുന്ന വർഗത്തിൻ്റെ എത്ര ക്രൂരമായ മനോഭാവമാണ് പ്രകടിപ്പിക്കപ്പെടുന്നതെന്ന് ഈ തൊഴിൽ കോഡുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സാമൂഹ്യ സുരക്ഷ സംബന്ധിച്ച കോഡിലൂടെ വലിയൊരു വിഭാഗം തൊഴിലാളികളുടെ, ഏറ്റവും പ്രധാനമായി സംഘടിത തൊഴിലാളികളുടെ നിലവിലുള്ള സാമൂഹ്യ സുരക്ഷയുടെ എല്ലാ തലങ്ങളെയും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ബീഡി, ഇരുമ്പ് ഖനികൾ, ലൈംസ്റ്റോൺ ഖനികൾ, ഡോളനൈറ്റ് ഖനികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തന്ത്രപ്രധാനമായ പല മേഖലകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ നിലവിലുള്ള നിയമങ്ങളെല്ലാം റദ്ദ് ചെയ്ത് അവരെ ഈ പറയുന്ന നിലയിലേക്ക് കൂലി അടിമകളാക്കി എറിഞ്ഞു കൊടുക്കുകയാണ്. നിർമ്മാണ മേഖല ഉൾപ്പെടെയുള്ള മേഖലയിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി സെസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എല്ലാം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. കുടിയേറ്റ തൊഴിലാളി നിയമം റദ്ദ് ചെയ്യപ്പെടുന്നതോടുകൂടി കുടിയേറ്റ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും സുരക്ഷാ വ്യവസ്ഥകളും ഇല്ലാതെയാവുകയാണ്. കുടിയേറ്റ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് തൊഴിലുടമകളുടെയും കോൺട്രാക്ടർമാരുടെയും അനുബന്ധ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ എല്ലാം നിയമപരമായ എല്ലാ ബാധ്യതകളും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് മിനിമം കൂലി ഓരോ പ്രദേശത്തെയും പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കാനുള്ള അധികാരം തൊഴിലുടമകൾക്ക് നൽകിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പറഞ്ഞത് തൊഴിൽ കോഡുകൾ സാർവത്രികമാണ്, അതെല്ലായിടത്തും ഒരുപോലെ നടപ്പിലാക്കും എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന മിനിമം കൂലി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പ്രാദേശികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കാനുള്ള അധികാരം തൊഴിലുടമകൾക്ക് നൽകിയിരിക്കുന്നത്. ലേബർ ബോർഡുകൾ പോലുള്ള ത്രികക്ഷി സംവിധാനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. തർക്കങ്ങൾ വന്നാൽ തൊഴിലാളി, തൊഴിലുടമ, അതിൻ്റെ ഇടയിൽ ഉദ്യോഗസ്ഥ സംവിധാനം, ഇതെല്ലാം വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് വേജ് കോഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും തൊഴിലാളികളെ കൂലി അടിമകളാക്കി വെക്കുന്നതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഒന്നാമത്തെ തൊഴിൽ സംഹിതയാണെന്നർത്ഥം. നിർമ്മാണ മേഖല, ബീഡി, തോട്ടം, സിനിമ, നിർമ്മാണം, അന്തർ സംസ്ഥാന കുടിയേറ്റം, കുടിയേറ്റ തൊഴിലാളികൾ, ഖനികളിലെ തൊഴിലാളികൾ, സെയിൽസ് പ്രൊമോഷൻ വിഭാഗം, തുറമുഖ തൊഴിലാളികൾ, പത്രപ്രവർത്തകർ, പത്രവ്യവസായ മേഖലയിലെ തൊഴിലാളികൾ, മോട്ടോർ വാഹന തൊഴിലാളികൾ തുടങ്ങി വലിയ വിഭാഗം തൊഴിലാളികളുടെ എല്ലാ തൊഴിൽ സുരക്ഷകളും, തൊഴിൽ സുരക്ഷാ നിയമങ്ങളും, സേവന വേതന കൂലി നിർണയ നിയമങ്ങളും എല്ലാം 13 നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടാണ് എക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മോഡി തയ്യാറാക്കിയിരിക്കുന്നത്. തൊഴിൽ സാഹചര്യങ്ങളുമായും തൊഴിലുടമ ബന്ധവുമായും സുരക്ഷയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ മറ്റ് അനുബന്ധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ എല്ലാ നിയമങ്ങളും റദ്ദ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ കൂലി അടിമകളാക്കപ്പെടുന്ന തൊഴിലാളികൾ ഒരു നിലയിലും സംഘടിക്കാൻ വേണ്ടി പാടില്ല. അതിനുള്ള ജാഗ്രത വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ സുരക്ഷിതത്വം എല്ലാം ഇല്ലാതെയാക്കി അവരെ കരാർ തൊഴിലാളികളും കൂലി അടിമകളും ഒക്കെ ആക്കി എല്ലാ മേഖലയിലും, സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും ഒക്കെ മാറ്റുമ്പോഴും ഏറ്റവും പ്രധാനമായി കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തിയത് അവർ സംഘടിക്കാതിരിക്കുന്നതിന് ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം തന്നെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന നിലയിലേക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിരവധി നിയമങ്ങളാണ് ഈ കുറച്ചു കാലത്തിനിടയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 8 മണിക്കൂർ ജോലി എന്നത് തൊഴിലാളികളുടെ അവകാശമായി കരുതപ്പെട്ടിരുന്നു പണ്ട്. അത് നിയമപരമായി ഇപ്പോൾ 12 മണിക്കൂറാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായും തൊഴിലാളികൾ ലോകത്താകെ നടക്കുന്ന പോരാട്ടങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായി ഇന്ത്യയിലും സംഘടിക്കും. അത് സംഘടിക്കാതിരിക്കാൻ അവരെ 12 മണിക്കൂറും 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർക്കാരുകൾ നേരത്തെ തന്നെ 12 മണിക്കൂർ ജോലി സമയം നിയമപരമായി പ്രഖ്യാപിച്ചു. അത് നടപ്പിലാക്കി ഇങ്ങനെ റെഡിയായി പോകുന്നു എന്ന് കണ്ടപ്പം 12 മണിക്കൂർ റെഡിയാവുന്നു എന്ന് കണ്ടപ്പം അവരത് 14 മണിക്കൂറാക്കാനുള്ള ശ്രമം നടത്തി.
അവിടങ്ങളിൽ നടത്തിയ വലിയ സമരങ്ങളുടെ എല്ലാം ഭാഗമായി അതിനെ ചെറുക്കാൻ വേണ്ടി കഴിഞ്ഞു. 14 മണിക്കൂർ എന്നുള്ളതിലേക്ക് ഇപ്പോൾ എത്തിയില്ല, എത്തും. ഈ നിലയിൽ ഇതൊന്നും ഇല്ലാതെയാവുന്നതോടുകൂടി അതും എത്തും. തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പുകളിലൂടെയാണ് ഇതെല്ലാം ചെറിയ നിലയിലെങ്കിലും പരിമിതപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത്. 4 വർഷമായി നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പാസ്സാക്കിയെടുത്തിട്ടുള്ള തൊഴിൽ കോഡുകൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയാതെ പോയത് ഈ പ്രതിരോധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഐക്യത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ടാണ്. അപ്പോൾ മോഡി സർക്കാർ ആലോചിക്കുന്നത് ഈ ട്രേഡ് യൂണിയനുകളെ തന്നെ ഇല്ലാതെയാക്കാം. ട്രേഡ് യൂണിയൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ എല്ലാ മേഖലകളെയും തകർക്കാൻ വേണ്ടി കഴിയണം. അതിനുള്ള പണിയാണ് കേന്ദ്ര സർക്കാർ മോഡി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രേഡ് യൂണിയനുകളെയും ട്രേഡ് യൂണിയൻ പ്രവർത്തനവും എല്ലാം ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നിയമങ്ങളും കൊണ്ടുവരികയാണ്. മുതലാളിത്ത ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ നിലയിലേക്കുള്ള ഇടതടവില്ലാത്ത അതിൻ്റെ നിരന്തരമായ ചൂഷണത്തെ ചെറുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളിയുടെ ആയുധമാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ആ ട്രേഡ് യൂണിയനെതിരായി ആഗോളതലത്തിൽ തന്നെ ലോകത്താകെ സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയത്തിൻ്റെ ശക്തികൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനെ ഇല്ലാതെയാക്കാനുള്ള. ആ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്കെതിരെ ഉയരുന്ന വിവിധ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളെയും എല്ലാം ഇല്ലാതെയാക്കുക എന്ന മോഡിയുടെ പരിപാടി പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്. ഭാരതീയ നീതിന്യായ സംഹിത അതിൻ്റെ സെക്ഷൻ 111 പ്രകാരം തൊഴിലാളികളും അവരുടെ യൂണിയനുകളും സംയുക്തമായി പരാതി നൽകുന്നത് പോലും കുറ്റകൃത്യമാക്കിയിരിക്കുകയാണ്. BNLSൻ്റെ സെക്ഷൻ 111 പ്രകാരം തൊഴിലാളികൾ ഇനി സംയുക്തമായി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി കൂട്ടമായി ഒപ്പിട്ട് നൽകുന്നത് പോലും ഇന്ത്യ രാജ്യത്ത് കുറ്റകൃത്യമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെയുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ ഇതുണ്ടായിരുന്നില്ല. അതിലില്ലാതിരുന്ന പുതിയ സംവിധാനങ്ങളും വകുപ്പും വ്യവസ്ഥകളുമെല്ലാമാണ് ഭാരതീയ നീതിന്യായ സംഹിതയിൽ മോഡി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൊഴിലാളികൾ കൂട്ടമായി ഒപ്പുശേഖരണം നടത്തിയാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കി യൂണിയൻ നേതാക്കളെയും തൊഴിലാളികളെയും ജാമ്യമില്ലാതെ തടവിലിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾക്ക് വിധേയമാക്കുന്നതാണ് സെക്ഷൻ 111 എന്ന് പറയുന്നത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ 90 ദിവസം വരെ ജയിലിലിടാം. കമ്പനി ഗേറ്റിലോ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ മീറ്റിങ്ങുകൾ നടത്തുകയോ പോസ്റ്ററുകൾ ഒട്ടിക്കുകയോ ബോർഡുകൾ വെക്കുകയോ ലഘുലേഖകൾ വിതരണം ചെയ്യുകയോ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഇതെല്ലാം ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ്. തൊഴിലാളികളുടെ കൂട്ടായ എല്ലാ പ്രവർത്തനങ്ങളെയും മോഡി നിരോധിച്ചിരിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരുകളും മാനേജ്മെൻറ്റുകളും എല്ലാം നേരത്തെയുള്ള പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഭീകരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം നിരവധി കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രതി ചേർത്തിട്ടുണ്ട്, അവരെ ജയിലിലടച്ചിട്ടുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനും പുറമെയാണ് UAPA ഉൾപ്പെടെയുള്ള കരിനിയമങ്ങളും തൊഴിലാളി പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും. അതിനും പുറമെയാണ് തൊഴിലാളികൾക്കെതിരായി ദ്രോഹ നടപടികൾ തൊഴിൽ കോഡുകളിൽ നിറച്ചിരിക്കുന്നത്. അതായത് നേരത്തെയുള്ള നിയമങ്ങളിലെല്ലാം ഇതുണ്ട്. അതിനും പുറമെയാണ് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾക്കെതിരായിട്ടുള്ള തൊഴിലാളി വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ദ്രോഹകരങ്ങളായ നടപടികളെ കൊണ്ട് തൊഴിൽ കോഡുകൾ നിറച്ചിരിക്കുന്നത്. കാഷ്വൽ ലീവുകൾ ഇനി ഇല്ലാതെയാവുകയാണ് തൊഴിലാളിയുടെ. ധാരാളം പേർ കാഷ്വൽ ലീവ് എടുക്കുന്നത് പണിമുടക്കിന് സമാനമായി മാനേജ്മെൻറ്റിന് കണക്കാക്കാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകാത്ത എല്ലാ പണിമുടക്കങ്ങളും നിയമവിരുദ്ധമാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം അതാണ്. ഇങ്ങനെ വന്നാൽ ലീവ് കൊടുക്കുന്നത് പോലും നിയമവിരുദ്ധമായി കണക്കാക്കും. 10 പേർ ഒരു ദിവസം കാഷ്വൽ ലീവ് കൊടുക്കേണ്ടി വന്നാൽ, കാഷ്വൽ ലീവ് പെട്ടെന്ന് കൊടുക്കുന്നതാണല്ലോ, കൊടുത്താൽ അത് പണിമുടക്കായി കണക്കാക്കും. 14 പണിമുടക്കിന് 14 ദിവസം മുന്നേ നോട്ടീസ് നൽകണം. അപ്പോൾ അതുകൊണ്ട് നിയമവിരുദ്ധമാണ്. അവരെ ഈ പറയുന്ന നിലയിലേക്ക് ശിക്ഷിക്കാൻ വേണ്ടി പറ്റാവുന്ന വ്യവസ്ഥ അവിടെ ഉണ്ടാക്കുകയാണ്. ലോകത്താകെയുള്ള തൊഴിലാളി വർഗം സംഘടിതമായ കൂട്ടായ വിലപേശലിലൂടെ മാത്രമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുതലാളിമാർക്ക് മുന്നിൽ സമ്മർദ്ദം ചെലുത്തി അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. തൊഴിലാളികൾക്ക് കിട്ടിയ അവകാശങ്ങൾ ആരെങ്കിലും സൗജന്യമായി
അനുവദിച്ചു തന്നതല്ല, ലോകത്താകെ തൊഴിലാളി വർഗം നടത്തിയ വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായി നേടിയെടുത്തതാണ്. അത് ട്രേഡ് യൂണിയനുകളാണ് അത് നേടിയെടുക്കുന്നതിന് മുന്നിൽ നിന്നത്. ട്രേഡ് യൂണിയൻ സംഘടനകളെയും കൂട്ടായ വിലപേശലുകളെയും ദുർബലപ്പെടുത്തുക എന്ന കോർപ്പറേറ്റ് നയം തൊഴിൽ കോഡുകളിൽ കുത്തി നിറച്ച് മൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം പണിമുടക്കുകൾ, അവയെ സഹായിക്കൽ, അവയ്ക്കുള്ള പ്രേരണ നൽകൽ അല്ലെങ്കിൽ സമരം തുടർന്നു കൊണ്ടുപോകൽ ഇവയെല്ലാം ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്. ട്രേഡ് യൂണിയനുകൾ, അതിൻ്റെ ഭാരവാഹികൾ, അതിലെ അംഗങ്ങൾ എന്നിവരെയെല്ലാം പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ മാനേജ്മെൻറ്റിനും പോലീസിനും അധികാരം നൽകുകയാണ് ഈ നിയമസംഹിത ചെയ്യുന്നത്. അതിന് പുറമെ അത് കോടതിയിലേക്ക് എത്തിയാൽ നേരത്തെ പറഞ്ഞ നിലയിലേക്ക് ആവുകയാണ്. ഒരു സ്ഥാപനത്തിൽ പണിമുടക്കിന് നോട്ടീസ് നൽകിയാൽ അനുരഞ്ജനത്തിനായി മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് വിളിച്ചാൽ പിന്നീട് പണിമുടക്കാൻ വേണ്ടി പാടില്ല. ആ അനുരഞ്ജന ചർച്ച എന്നാണോ തീരുന്നത് അതിനുശേഷം മാത്രമേ പണിമുടക്കിനെ പറ്റി പിന്നീട് ആലോചിക്കാൻ വേണ്ടി പറ്റൂ എന്ന് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുക. അപ്പോൾ ഒരു പണിമുടക്ക് നോട്ടീസ് ഇനി ഏതെങ്കിലും നിലയിൽ കൊടുത്താൽ ആ പണിമുടക്ക് നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ മാനേജ്മെൻറ്റ് അനുരഞ്ജന ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഒന്നും തീരുമാനമാവുന്നില്ല. പക്ഷേ തീരുമാനമായിട്ടില്ലെങ്കിലും പണിമുടക്കാൻ വേണ്ടി പാടില്ല. പണിമുടക്കിയാൽ അത് നിയമവിരുദ്ധ നടപടിയായി കണക്കാക്കി ശിക്ഷാ നടപടികൾ നൽകാൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വ്യവസ്ഥ ചെയ്യുന്നു. 1926 ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് ട്രേഡ് യൂണിയൻ ആക്ട് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി വർഗ കൂട്ടായ വിലപേശലിനും അവരുടെ അവകാശങ്ങൾ നേടുന്നതിനുമെല്ലാം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി കൂട്ടായി വിലപേശുന്നതിനും തൊഴിൽ നിയമങ്ങൾ, തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അത് ഈ തൊഴിൽ തർക്കങ്ങൾക്കകത്ത് കക്ഷി ചേരുന്നതിനും എല്ലാമുള്ള അവകാശം തൊഴിലാളികൾക്ക് തൊഴിൽ സംഘടനകൾക്ക്, ട്രേഡ് യൂണിയനുകൾക്ക് നൽകുന്നതായിരുന്നു ആ നിയമത്തിലെ വ്യവസ്ഥകൾ. ഒരു വ്യക്തിക്ക് സമാനമായ നിലയിൽ അതിൻ്റെ അന്തസ്സിനും ആ നിലയിലേക്കുള്ള പരിഗണനയുമെല്ലാം ട്രേഡ് യൂണിയനുകൾക്ക് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ട്രേഡ് യൂണിയൻ ആക്ട്. ഇതെല്ലാമാണ് മോഡി പൂർണ്ണമായും ഇല്ലാതെയാക്കിയിരിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അധ്വാന ശക്തിയുടെ കമ്പോളമാണ്. അതിൽ തന്നെ ഏറ്റവും അധികം ചെറുപ്പക്കാരായ തൊഴിലാളികളാണ്, അല്ലെങ്കിൽ തൊഴിൽ ശക്തിയാണുള്ളത്. ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം 65% 25 വയസ്സിൽ താഴെയുള്ളവരാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇങ്ങനെ വളരെ വലിയ ഒരു യുവജന സംഖ്യ ഈ ലോകത്ത് മറ്റൊരു രാജ്യത്തിനകത്തും ഇല്ല എന്ന് തന്നെ പറയാം. ലാഭം 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 എന്ന് മാത്രം ലക്ഷ്യത്തോടുകൂടി ഇത് മാത്രം മന്ത്രിച്ച് ഈ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തിന് ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് മനുഷ്യാധ്വാനവും അസംസ്കൃത വസ്തുക്കളും ഒരുപോലെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ കമ്പോളമായി ഇന്ത്യയെ അവർ കാണുകയാണ്. ഇന്ത്യ ഏറ്റവും വലിയ കമ്പോളമാണ്. അത്തരമൊരു കമ്പോളത്തിൽ നിന്ന് ഈ തൊഴിൽ ശക്തിയെ മുഴുവൻ കൂലി അടിമകളാക്കി കോർപ്പറേറ്റുകൾക്ക് എറിഞ്ഞു കൊടുക്കാനാണ് മോഡി സർക്കാർ യഥാർത്ഥത്തിൽ തൊഴിൽ കോഡുകളെല്ലാം തയ്യാറാക്കി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തൊഴിലാളിയെ നിർവീര്യമാക്കിയാൽ ജനാധിപത്യത്തിൻ്റെ എല്ലാ പാതകളെയും ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന് കോർപ്പറേറ്റുകൾക്കറിയാം, ലോകത്തെ മുതലാളിത്തത്തിനറിയാം. തൊഴിലാളികളെ നിർവീര്യമാക്കിക്കൊണ്ട് അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കിയാൽ ജനാധിപത്യത്തിൻ്റെ പരിശീലനത്തിനും പ്രയോഗത്തിനും എല്ലാം തൊഴിലാളി വർഗത്തിൻ്റെ ഇടപെടലുകൾ ഇല്ലാതെയാവും. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തി ഇന്ത്യ രാജ്യത്ത് അവർക്ക് അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കഴിയുമെന്ന് പഴയ ലോകത്തിലെ അനുഭവങ്ങൾ വെച്ച് അവരിവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രയോഗമാണ് ഇന്ത്യ രാജ്യത്ത് മോഡി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ കോഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇത്തരം വ്യവസ്ഥകൾക്ക് പുറമേ തന്നെ ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ നടപടികൾ കൂടുതൽ കർശനമാക്കുകയാണ്. വേതനം, ജോലി സമയം, അവധി തുടങ്ങിയ തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ
യൂണിയനുകൾക്ക് ഒരവകാശവും ഇല്ല എന്നുള്ള നിലയിലേക്ക് വളരെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നു. പണിമുടക്കുകൾ നിയമലംഘനമായി തീരുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, പണിമുടക്കിയാൽ തൊഴിലാളികളെ വിചാരണ കൂടാതെ തന്നെ ശിക്ഷിക്കാൻ വേണ്ടി പറ്റാവുന്ന, തടവിലിടാൻ വേണ്ടി പറ്റാവുന്ന വ്യവസ്ഥകൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുകയാണ്. തൊഴിലാളികളെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്താനുള്ള മാർഗമാണ് മോഡിയും കോർപ്പറേറ്റുകളും ഇതിലൂടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ടുള്ള, തൊഴിൽ കോഡുകൾക്കെതിരായിട്ടുള്ള പോരാട്ടമെന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ അണിനിരക്കുക എന്നുള്ളതാണ്, ആ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളുടെ വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ.